നിശബ്ദവും ശാന്തവുമായ അന്തരീക്ഷമാണ് ഇവിടെ. രാമേശ്വരം പ്രധാന ക്ഷേത്രം പരിസരത്തെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ സഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇത് മികച്ച ഒരു ഇടമാണ്. ആധുനിക നിർമ്മിതി കടലിലേക്ക് നീളുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിട്ടുള്ളതിനാൽ ആളുകൾക്ക് കടലിനടുത്തുള്ള ഈ കിണറ്റിൻ്റെ അടുത്തേക്ക് പോകുവാൻ വളരെ എളുപ്പമാണ്. വില്ലുണ്ടി തീർത്ഥത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കടലിലെ ഉള്ളിലെ മധുരജലം. ഈ തീർത്ഥത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ചുറ്റും ഉപ്പുവെള്ളമുള്ള കടലാണെങ്കിലും കിണറ്റിലെ വെള്ളത്തിന് മധുരമുള്ള കുടിവെള്ളത്തിൻ്റെ രുചിയാണ് എന്നതാണ്. ലങ്കയിലെ യുദ്ധത്തിന് ശേഷം ശ്രീരാമനും സീതാദേവിയും മടങ്ങി വരുമ്പോൾ സീതാദേവിക്ക് കടുത്ത ദാഹം അനുഭവപ്പെട്ടു. കുടിക്കാൻ ശുദ്ധജലം ലഭിക്കാതിരുന്നപ്പോൾ ശ്രീരാമൻ തൻ്റെ വില്ലെടുത്ത് കടലിലേക്ക് അമ്പെയ്തു. മധുരജല കിണർ അമ്പുകൊണ്ട ഭാഗത്ത് ഉപ്പുരസമുള്ള കടലിന് നടുവിൽ നിന്ന് കുടിക്കാൻ പാകത്തുള്ള മധുരമുള്ള ശുദ്ധജലം ഉറവയായി പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇന്നും കടലിലേക്ക് നീളുന്ന ഈ പാലത്തിലൂടെ ചെന്നാൽ അവിടെയുള്ള ചെറിയ കിണറ്റിൽ നിന്ന് ഉപ്പുരസമില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. രാമേശ്വരത്തെത്തുന്ന തീർത്ഥാടകർ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിൽ ഒന്നാണ് ഇത്. തമിഴിൽ വിൽ എന്നാൽ വില്ല് എന്നും ഊന്തി എന്നാൽ കുഴിച്ചിട്ടു അല്ലെങ്കിൽ എയ്തു എന്നും അർത്ഥം. അതുകൊണ്ട് ഈ സ്ഥലത്തിന് വില്ലുണ്ടി തീർത്ഥം എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്.